തിരുനബിയുടെ സവിധത്തിലെത്തിയ മിണ്ടാപ്രാണികൾ പോലും അത്ഭുതങ്ങളാണ്. ആ സന്നിധാനത്തിലെ ചില ജീവികളുടെ വിസ്മയ കാഴ്ചകൾ ചൊല്ലാം. അലി അക്ബർ ഉസ്താദിൻ്റെ മുത്തുനബിയുടെ വിസ്മയങ്ങളുടെ വിസ്മയം എന്ന ഗ്രന്ഥത്തിൽ നിന്നും. ഖൈബർ യുദ്ധയാത്രയിലാണ് നബിയും സംഘവും. വഴിയിൽ സുരക്ഷിതമായൊരിടത്ത് വെച്ച് ഒരാൾ നബിയെ കണ്ടു. അദ്ദേഹം നബിയുടെ അരികിലേക്ക് വന്ന് മുസ്ലിമായി. തനിക്കും യുദ്ധത്തിന് പോരണമെന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കുറേ ആടുകളുണ്ട്, അവയെ മേച്ചു നിൽക്കുകയാണ്. ഇവയെ എന്തു ചെയ്യും? സാരമില്ല, ഇത്തിരി ചരക്കല്ല് വാരി അവയെ എറിഞ്ഞുകൊള്ളുക. അവ ഓടി വീട്ടിലെത്തിക്കൊള്ളും. ഒന്നും നഷ്ടമാകാതെ അവയെ അള്ളാഹു സുരക്ഷിത സ്ഥാനത്തെത്തിച്ചുകൊള്ളും. അദ്ദേഹം അങ്ങനെ ചെയ്തു. ആടുകളെല്ലാം കേടുകൂടാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഇനി ചെന്നായയുടെ കഥ പറയാം. ഒരിക്കൽ ഒരു ചെന്നായ ഒരാടിനെ വേട്ടയാടി പിടിച്ചു. ഇടയൻ അതിനെ തേടി കണ്ടെത്തി രക്ഷിച്ചു. ഉടൻ ചെന്നായ വാലു ചുരുട്ടി അതിന്മേലിരുന്നു. കൈകുത്തി തല പൊക്കി. എന്നിട്ടിങ്ങനെ പറഞ്ഞു: എൻ്റെ ഭക്ഷണകാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അവൻ എനിക്കിട്ട് തന്നതാണീ ആടിനെ. നാണമില്ലല്ലോ നിനക്കതിനെ പിടിച്ചു വാങ്ങാൻ. ഇത് കേട്ട് ഇടയൻ പകച്ചുപോയി. ഒരു ചെന്നായ അതിൻ്റെ വാലിലിരിക്കുന്നു, മനുഷ്യനെപ്പോലെ എന്നോട് സംസാരിക്കുന്നു. പുതുമ തന്നെ. ചെന്നായ പ്രതികരിച്ചു: നിന്റെ കാര്യമാണ് പുതുമ. നീ ഇവിടെ ആട് നോക്കിയിരിക്കുന്നു. യഥരിബിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ ദീൻ ഉപദേശിക്കുന്നു. സ്വർഗവാതിലുകൾ മുഴുക്കെ തുറന്നു കിടക്കുന്നു. നിനക്കും ആ നബിക്കുമിടയിൽ ഈ മലഞ്ചെരുവല്ലാതെ തടസ്സവുമില്ല. അള്ളാഹുവിൻ്റെ സൈന്യത്തിൽ ചേരാൻ നിനക്ക് ആഗ്രഹമില്ലേ? എൻ്റെ ആടുകളെ ആര് നോക്കും? അയാൾ ചോദിച്ചു. നീ വരുന്നതുവരെ ഞാൻ നോക്കും. ആടുകളെ ചെന്നായ കേൾപ്പിച്ച് അദ്ദേഹം നബിയുടെ അടുത്തു ചെന്ന് മുസ്ലിമാവുകയും നബിയോടൊപ്പം പോരാട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ശേഷം നബിയോട് കഥയെല്ലാം വിശദമായി വിവരിച്ചു. അവിടുന്ന് അരുളി: മടങ്ങിപ്പോകൂ, നിന്റെ ആടുകളെല്ലാം അവിടെ ഉണ്ടാകും. ചെന്നപ്പോഴുണ്ട് ആടുകൾ മേയുന്നു, ചെന്നായ നോക്കിയിരിക്കുന്നു. സന്തോഷാതിരേകത്താൽ അദ്ദേഹം ഒരാടിനെ അറുത്ത് ചെന്നായയെ സൽക്കരിച്ചു വിട്ടു. അബൂ ഹുറൈറ വിവരിക്കുന്നു: കാട്ടിലെ ചെന്നായ ഒരിക്കൽ നബിക്ക് മുമ്പിലെത്തി വാലിൽ താങ്ങിയിരുന്നു. വീണ്ടും എണീറ്റു വാലാട്ടി പിന്നെയും ഇരുന്നു. നബി സ്വഹാബാക്കളോട് പറഞ്ഞു: ചെന്നായകളുടെ നിവേദകനാണിത്. നിങ്ങളുടെ സ്വത്തിൽ നിന്നും ഒരംശം അവയ്ക്ക് നൽകുമോ എന്നാണ് അത് ചോദിക്കുന്നത്. അവർ പറഞ്ഞു: അള്ളാഹുവാണേ, ആരും കൊടുക്കില്ല. ഒരാൾ മെല്ലെ ഒരു കല്ലെടുത്ത് ഓങ്ങിയെറിഞ്ഞു. അത് മോങ്ങിക്കൊണ്ടെണീറ്റോടി. നബിയും മന്ദഹസിച്ചു, ചെന്നായയും. ഇവയ്ക്കെന്ത് പറ്റി? അബൂ സുഫിയാനും സഫ്വാനുബിനു ഉമയ്യയും മാനിനെ ഓടിക്കുന്ന ഒരു ചെന്നായയെ കണ്ടു. മാൻ പ്രാണഭയത്താൽ ഓടി ഹറമിനുള്ളിൽ കടന്നു. ഉടൻ ചെന്നായ പിന്തിരിഞ്ഞു. അവരത് കണ്ട് വിസ്മയിച്ചു പോയി. ചെന്നായ സംസാരിച്ചു: ഇതിലെന്ത് പുതുമ? അബ്ദുല്ലായുടെ പുത്രൻ മുഹമ്മദ് മദീനയിൽ നിന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. നിങ്ങളത് അവഗണിക്കുന്നു. ഇതല്ലേ അത്ഭുതം? അബൂ സുഫിയാൻ പറഞ്ഞു: ഇത് മക്കയിലെ പൊതുജനങ്ങൾക്കിടയിൽ വെച്ചാണ് ഈ പറയുന്നതെങ്കിൽ അവിടെ വല്ലാതെ നാശമാകുമായിരുന്നു. ജനങ്ങളിൽ ഒന്നടങ്കം മുഹമ്മദിനെ വിശ്വസിക്കുമായിരുന്നു. ലാത്ത് രക്ഷിച്ചു.